പിന്നെ നമുക്ക് നാടൻ മട്ടൻ കുറുമ ഉണ്ടാക്കിയാലോ എന്നാൽ കണ്ടോളിട്ടോ. ഇതൊക്കെ നമുക്ക് വേണ്ടത് വലിയുള്ളി, തക്കാളി, കറിവേപ്പില, അതേപോലെ നമ്മളെ നാടൻ പേസ്റ്റാണ്. അതിൽ സ്പെഷ്യലായിട്ട് വരുന്നത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതേപോലെ നമ്മൾ ഇതിക്ക് ചെറിയ ജീരകമാണ് ഇട്ടിക്കണത്. കടുകില്ലേ അതും ഇട്ടിട്ടുണ്ട്. ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വലിയുള്ളി ഇട്ടിട്ട് കറിവേപ്പില ഇടുക. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നല്ലപോലെ ഒന്ന് വാട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഈ തക്കാളി ഇടുക. ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ചെറുതാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പിടുക, പെപ്പർ പൗഡർ ഇടുക, മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക് പൊടി ആവശ്യമില്ല, നമ്മൾ കുരുമുളക് പൊടി ഇടണ്ടല്ലോ, മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ആ എണ്ണയിൽ ആ പൊടികളൊക്കെ പാടൊന്ന് വെന്ത് കിട്ടണം. എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുക, നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ നാടൻ മസാല ഉണ്ടല്ലോ അത് ചേർക്കുക. അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും നല്ലപോലെ ഒന്ന് വാടുന്ന രീതിയിൽ അടച്ചു വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് വെന്ത് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കതൊക്കെ ഇറച്ചിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. എല്ലായിടത്തും ഇളക്കി റെഡി ആവണം കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ഇന്ന് ചെറിയതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. കണ്ടില്ലേ, ചെറിയ തോതിൽ വെള്ളമൊക്കെ ഒരു തുള്ളി വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമുക്കിതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. നമ്മളിത് സ്റ്റൗമ്മ പാനിൽ വെച്ചിട്ട് കുറേ നേരം വേവിക്കണില്ല, വട്ടം വേവണ വരെ വേവിക്കണില്ല. നമുക്കിത് കുക്കറിലിടാം. സ്റ്റൗമ്മ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം വെക്കണം, കാരണം മട്ടനല്ലേ അത്യാവശ്യം നന്നായിട്ട് വേവുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 5 മിനിറ്റ് വേവിച്ചിട്ട് പിന്നെ നമുക്കിത് കുക്കറിലേക്ക് ഇടാം. കുക്കറിലിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 6 വിസിൽ 7 വിസിലിന് വേവിച്ചെടുക്കുക. ചെറിയുള്ളി തൂമിക്കുക. ചെറിയുള്ളി നമ്മൾ കറിവേപ്പിലയും പാടെ ഇട്ടിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ തൂമിച്ചെടുത്ത് അതിലേക്ക് കറി വയ്ക്കുക. നമുക്ക് അപ്പത്തേക്കും ചപ്പാത്തിക്കൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് കറി പോലെ എടുക്കാം. നമ്മളിപ്പോൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിരിക്കണത്, അതുകൊണ്ട് നമ്മൾ ഗ്രേവി പോലെ എടുത്തിരിക്കണത്. നെയ്ച്ചോറും മട്ടൻ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി കോംബോ ആണ്. ഇതുപോലെ മട്ടൻ കുറുമ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കുകൊണ്ടു. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു, ലൈക്ക് ചെയ്യുകൊണ്ടു, ഷെയർ ചെയ്യുകൊണ്ടു. ഇതുപോലുള്ള റെസിപ്പീസ് കാണാൻ ചാനൽ വാച്ച് ചെയ്യുകൊണ്ടു.